ഇന്ത്യയുടെ പ്രതിരോധ രംഗം ഇപ്പോൾ നല്ല രീതിയിൽ മുന്നേറുകയാണ്. അതായത് നമ്മളിപ്പം അവിടെ ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട്. അഗ്നി, പൃഥ്വി, ശിവ, വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരെയാണ് എല്ലാ ആഴ്ചയും. നമ്മൾ ഈ പണ്ട് ഇത് കുറച്ചാൾ മുന്നേ ഇത് സിനിമകളെ പറ്റി കേട്ടിട്ടുണ്ട്. ബാഹുബലി 1, 2, KGF 1, 2. അതുപോലെ ഇപ്പം നമ്മൾ കേൾക്കുന്ന നമ്മുടെ ആയുധങ്ങളെ പറ്റിയാണ്. അഗ്നി 2 എന്നൊക്കെ പറഞ്ഞൊക്കെ വരികയാണ്. അപ്പം അത്തരത്തിൽ ഇപ്പം കേട്ടൊരു സാധനമാണ് ഇപ്പം ഞാൻ പറഞ്ഞ അഗ്നി 2 എന്ന് പറയുന്നത്. അഗ്നി നമുക്കറിയാം, APJ അബ്ദുൽ കലാം, മഹാനായ APJ അബ്ദുൽ കലാമിൻ്റെ മേൽനോട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ട അദ്ദേഹമാണ് അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഇൻവെൻറ്റർ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പതിപ്പ് വരുന്നു എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? ഒരു നല്ല സമയത്ത് തന്നെയാണ് വിജയ് ഇപ്പോൾ ഇത് ചോദിച്ചത്. കാരണം ഇന്നിപ്പോൾ അതിൻ്റെ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. അത് വിജയവുമാണ്. പ്രതിരോധ രംഗത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് എന്താ പറയുക, എല്ലാ തരത്തിലുള്ള ഭാർഗവാസ്ത്ര, അതുപോലെ തന്നെ അസ്ത്ര, മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ മിസൈൽസ് ആ ഒരു ഭാഗത്തുണ്ട്, ടാങ്കുകൾ വേറൊരു ഭാഗത്തു നിന്ന് നമ്മൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഡിസ്ട്രോയർ ഉണ്ടാക്കുന്നു, ഏറ്റവും വലിയ ഡിസ്ട്രോയർ ഇന്ത്യ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇതിനിടയിലാണ് ഈ ഓഗസ്റ്റ് 9 ഇന്ന് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് ഇന്ത്യ നടത്തിയെന്നുള്ള വാർത്ത കൂടി വരുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ആണവശേഷിയുള്ള ഇടത്തരം ബലിസ്റ്റിക് മിസൈലായിട്ടുള്ള അഗ്നി 2 ആണ് പരീക്ഷിച്ചത്. ഏതാണ്ട് 125 കോടി രൂപ ചെലവിൽ ആണ് ഈ ഒരു മിസൈൽ നിർമ്മിച്ചിട്ടുള്ളത്. 2500 കിലോമീറ്റർ വരെ ചെന്ന് ശത്രുവിനെ ഇല്ലാതെയാക്കാനുള്ള ശേഷി ഇതിനുണ്ട് എന്ന് പറയുന്നു. ഈ പരീക്ഷണം എന്ന് പറയുന്ന ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, നമ്മുടെ തന്ത്രപരമായിട്ടുള്ള എന്താ പറയുക, സ്വയം ഭരണത്തിൻ്റെയും ഒരു പ്രാദേശിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൻ്റെയും ഒക്കെ ശക്തമായ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ളത്. ഒഡീഷ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വീലർ ദ്വീപുണ്ട്, അതായത് അതിപ്പോൾ അറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു ചരിത്രപരമായിട്ടുള്ള പരീക്ഷണം നമ്മൾ നടത്തിയിട്ടുള്ളത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാണെന്ന് തെളിയിക്കപ്പെട്ട മറ്റൊരു ശുഭമുഹൂർത്തം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് വെല്ലുവിളിയെയും നമുക്ക് നേരിടാൻ കഴിയുമെന്നുള്ളത് കൂടി ഇതോടുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഈ പറയുന്നത് പോലെ DRDO തന്നെയാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാന മിസൈൽ വികസന പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് അഗ്നി 2 എന്ന് പറയുന്ന മിസൈൽ എന്ന് പറയേണ്ടി വരും. ഇത് ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിലേക്കുള്ള മിസൈലാണ്. ഇതിന് 2000 മുതൽ 2500 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി ഉള്ളത്. മാത്രമല്ല, ആണവായുധങ്ങൾ വഹിക്കാനുള്ള ഒരു ശേഷി ഇതിന് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതികമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ദീർഘദൂരങ്ങളിൽ നിന്ന് ആക്രമിക്കാൻ കഴിവുള്ള രാജ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവരെയെല്ലാം കൂടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ ഓരോ തരത്തിലുമുള്ള ഉപകരണങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് മറ്റു പല രാജ്യങ്ങളും ഒക്കെ നമ്മുടെ കുതിപ്പിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാകുന്നതും. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇത് സത്യത്തിൽ പാകിസ്ഥാനുള്ള ഒരു എന്താ പറയുക, ഒരു മറുപടി കൂടിയാണ്. നമ്മൾ വികസിപ്പിക്കുന്ന ഓരോ ആയുധവും പാകിസ്ഥാനും ചൈനയ്ക്കും എന്തിനിപ്പോൾ ട്രംപിന് വരെ അത് വലിയൊരു ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആകാശ് മിസൈലിൻ്റെ കാര്യമാണെങ്കിലും വലിയ ചോദ്യചിഹ്നമായി വൈറ്റ് ഹൗസിൽ മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം അവരൊക്കെ വിചാരിച്ചിരുന്നത് ആകാശ് മിസൈലുണ്ട്, അതിനത്ര ഇന്ത്യ നിർമ്മിച്ചതല്ല, അത് അത്രത്തോളം ഒന്നും വരില്ല, അത് എന്ത് വരാനാണ് എന്നാണ്. പക്ഷേ പ്രഹരശേഷി മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വൈറ്റ് ഹൗസിൽ ലഭ്യമാക്കിയില്ല എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പറഞ്ഞ് ട്രംപ് ഉത്തരവിടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇതിൻ്റെ കൂടെയാണ് നമുക്ക് ബ്രഹ്മോസ് വന്നത്.
ഇത് ഈ ബ്രഹ്മോസ് ഇങ്ങനെ വ്യോമ പ്രതിരോധ ഇതായിട്ട് ബ്രഹ്മോസ് ഉണ്ടാവും മിസൈൽ നിൽക്കുമ്പോഴും S-400 അവിടെയുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനമായിട്ട്. അപ്പോൾ തടയാനും തൊടുത്തുവിടാനും ഉള്ള ഏറ്റവും മികവുറ്റ ആയുധങ്ങളാണ് നമ്മുടെ പക്കലുള്ള. അതിൻ്റെ ശ്രേണിയിലേക്കാണ് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളുടെ ശ്രേണിയിലേക്കാണ് അഗ്നി 2-ൻ്റെയും വരവ്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഏകദേശം 20 മീറ്റർ നീളമുണ്ട്. ഇതിന് 17 ടൺ ഭാരമാണ് ഉള്ളത്. ഇത് അത്യാധുനിക ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. GPS അധിഷ്ഠിത ഗൈഡഡ് സിസ്റ്റം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ പേലോഡാണെങ്കിൽ 1000 കിലോഗ്രാം ആണ്. മാത്രമല്ല ഇന്ധന സംവിധാനം രണ്ട് ഘട്ടത്തിലുള്ള ഖര ഇന്ധനമാണ്. ലോഞ്ചിങ് പ്ലാറ്റ്ഫോം വിയ മൊബൈൽ ലോഞ്ചറായിട്ടും അത് നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മൊബൈൽ ലോഞ്ചിങ് കഴിവ് ഇതിനെ ഏറ്റവും കൃത്യതയുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വേഗത്തിൽ വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മിസൈലാണ്. 2012 ഓഗസ്റ്റ് 9 ഇത് പരീക്ഷിച്ച് ഇത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിജയിച്ചതിന് ശേഷം ഇതിൻ്റെ മിസൈൽ അതിൻ്റെ ലക്ഷ്യത്തിൽ കൃത്യമായി തന്നെ പതിക്കുകയും ചെയ്തു. ഇത് റഡാർ ടെലിമെട്രി സ്റ്റേഷനുകൾ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രവർത്തന സന്നദ്ധത പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷണം നടത്തിയത്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അഭിപ്രായം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയും സൈനിക ശേഷിയും നിരന്തരം ശക്തി പ്രാപിക്കുന്നതാണ് എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഗ്നി 2-ൻ്റെ സാങ്കേതിക ശേഷിയിൽ മാത്രമല്ല അതിൻ്റെ വളരെ തന്ത്രപരമായിട്ടുള്ള ചില സന്ദേശങ്ങൾ കൂടി ഇത് ഉണ്ട്. 2500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇതിന് പാകിസ്ഥാൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ചൈനയുടെ പല തന്ത്രപ്രധാന സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ്. ഈ മിസൈൽ ഒരു മികച്ച ആയുധം മാത്രമല്ല ഇന്ത്യയുടെ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് വിദഗ്ധർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്രത്തോളം പാകിസ്ഥാനും ചൈനയ്ക്കും ഏറെ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. അതായത് പെട്ടെന്ന് തന്നെ ഇതെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കരുതൽ ശേഖരത്തിലുള്ള ഒരു മിസൈലാണിത്. അപ്പോൾ ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള ഒരു ഭീതി പാകിസ്ഥാൻ്റെയും ചൈനയുടെയും മനസ്സിലുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്. ആക്രമണാത്മക നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ രണ്ടാമതൊരു വട്ടം കൂടി ചിന്തിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പ്രഹരശേഷി കൂടിയിട്ടുള്ള മിസൈലിന് സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഒന്നാമത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പ്രയോഗിച്ചിട്ടുള്ള ആയുധങ്ങളുടെ പ്രഹരശേഷി തന്നെ പാകിസ്ഥാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മറുപടിയാണ്. അത് പാകിസ്ഥാൻ വഴി പല രാജ്യങ്ങൾക്കും കിട്ടേണ്ട മറുപടിയുമാണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു പ്രഹരശേഷിയുള്ള ആയുധങ്ങളെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഒരു പരിധിവരെ മുന്നോട്ട് പോകാനും കൂടി കഴിയുന്നത്. മറ്റത് വീണ്ടും ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ അവർ എന്താ പറയുക രണ്ടാമതൊന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ നമ്മുടെ ഈ കാര്യങ്ങളിലെല്ലാം ഈ പറയുന്ന ഉപകരണങ്ങൾ കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. അഗ്നി 2-ൻ്റെ വിജയം ഇന്ത്യ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ അതിവേഗം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയായി മാറുന്നുണ്ട്. ഇതിൻ്റെ മുഴുവൻ രൂപകൽപ്പനയും വികസന പ്രക്രിയയും DRDOയും ഇന്ത്യൻ കമ്പനികളും കൂടെ തദ്ദേശീയമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് വിദേശ ആശ്രിതത്വം കുറയ്ക്കുക മാത്രമല്ല പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കയറ്റുമതിക്കാരായി മാറുന്നതിലേക്ക് ഇന്ത്യയെ നയിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഗമാണ് അഗ്നി 2 പോലെയുള്ള ആയുധങ്ങൾ. തുടർന്ന് അഗ്നി 3 ഉണ്ട്, അഗ്നി 4 ഉണ്ട്, അഗ്നി 5 ഉണ്ട്. ഇതൊക്കെ ദീർഘദൂര മിസൈലുകളാണ്. ഇതിൻ്റെയൊക്കെ വിജയകരമായ പരീക്ഷണങ്ങൾ ഇന്ത്യയെ മൾട്ടി ലെവൽ മിസൈൽ ശേഷിയുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2012 അഗ്നി 2 വിജയകരമായി പരീക്ഷിച്ചതിനു ശേഷം ഇന്ത്യ അതിൻ്റെ മിസൈൽ സാങ്കേതികവിദ്യ തുടർച്ചയായിട്ട് നവീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള ശേഷിയിലും കൂടി നമ്മളിത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ അഗ്നിയുടെ പ്രയാണമാണ്. അത് പല ഘട്ടങ്ങളിലൂടെ രൂപാന്തരം പ്രാപിച്ച് ഏറ്റവും
പ്രഹരശേഷിയുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് നമ്മളെ അടിക്കണമെങ്കിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട സ്ഥിതിയിലേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.